പേര് സാലി. ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു. ഞാനിവിടെ സെപ്റ്റംബർ 2018 വന്ന് ഉടമ്പടി എടുത്തത്. എൻ്റെ മകൾക്ക് ബ്രസ്റ്റിലൊരു തടിപ്പുണ്ടായി. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. ഞങ്ങളുടെ അടുത്തുള്ള ജയ ടീച്ചർ വഴിയാണ് ഞാൻ ഇവിടെ വരാൻ കാരണം. ടീച്ചർ എനിക്ക് പത്രമൊക്കെ തന്ന് അറിഞ്ഞാണ് ഞാൻ വന്നത്. ആദ്യം ഞാനും എൻ്റെ കൊച്ചും വന്ന് ധ്യാനം കൂടിപ്പോയി. പിന്നെ 9-ാം തീയതി വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. വീട്ടിൽ ചെന്ന് കൊച്ചിൻ്റെ തടിപ്പയിൽ ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞിട്ടും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. അപ്പോൾ എനിക്ക് സങ്കടമായി. ഞാൻ ഇവിടുന്ന് മാതാവിൻ്റെ ഫോട്ടോ മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയിൽ ഞാൻ നന്നായിട്ട് കരഞ്ഞ് ഞാൻ അപേക്ഷിച്ചു. ആ തടിപ്പ് എനിക്ക് എൻ്റെ കൊച്ചിന് പൂർണ്ണമായിട്ടും മാറ്റി തന്നെയെന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ സങ്കടത്തോടെ ഞാൻ എൻ്റെ കൊച്ചിനോട് ചോദിച്ചപ്പോൾ കൊച്ചു പറഞ്ഞു, മമ്മി അത് ശരിക്കും മാറി മമ്മി എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായി എനിക്ക്. മാതാവ് എനിക്ക് എൻ്റെ കുഞ്ഞിന് പൂർണ്ണമായും മാറ്റി തന്നു. പിന്നെ എൻ്റെ മകൾ ഡിഗ്രിക്കാണ് പഠിക്കണത്, BCAക്ക് പഠിക്കുക. അവൾ ആദ്യത്തെ വർഷത്തെ പരീക്ഷയ്ക്ക് എല്ലാ വിഷയത്തിനും ജയിക്കാൻ വേണ്ടി ഞാൻ 2ാമത്തെ ഉടമ്പടി എഴുതിയിരുന്നു. എല്ലാ വിഷയത്തിനും നല്ല മാർക്ക് വാങ്ങി ജയിച്ചു. B ഗ്രേഡ് ലഭിച്ചു കൊച്ചിന്. പിന്നെ 3ാമത്തെ കാര്യം, ഞാൻ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വരുന്നോടെ നാൾ വരെ പ്രാർത്ഥിക്കില്ലായിരുന്നു. ഞങ്ങൾ TV കാണലും മൊബൈലിൽ ഗെയിം കളിയൊക്കെ ആയിട്ട് ദിവസങ്ങൾ തള്ളി നീക്കിയിട്ടുണ്ട്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ എനിക്ക് പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ഒറ്റ ദിവസം പോലും മുടങ്ങാതെ പ്രാർത്ഥിക്കാനുള്ള ശക്തി എനിക്ക് എൻ്റെ കുടുംബത്തിന് മാതാവ് ഈശോയും നൽകി. എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറിക്കിട്ടി. ഉപ്പ് ഞാൻ കറിക്കകത്തിട്ട് കൊടുത്ത് മദ്യപാനം മാറിക്കിട്ടി. പിന്നെ എൻ്റെ ചേച്ചിയുടെ ഒരു മകന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തിരുന്നു. ചേച്ചിക്ക് സുഖമില്ലാണ്ട് സന്ധിവാതം വന്ന് തളർന്ന് കിടക്കുകയായിരുന്നു. 25 വർഷം കിടന്നു. അത് കഴിഞ്ഞ് ഒപ്പം തന്നെ ചേച്ചിയുടെ ഇടത്തെ കാലിൽ 2-3 കുരു ഉണ്ടായി. ആ കുരു പഴുത്ത് ഇടത്തെ കാല് മുറിച്ച് കളഞ്ഞു, കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ ചേച്ചിക്ക് ഒരു മകനും 2 മകളുമാണ്. മോളെ 2പേരെയും കെട്ടിച്ചയച്ചു. മകൻ ഒരു ഭാര്യ സ്നേഹിച്ച് കല്യാണം കഴിച്ചു. അവൻ മാതാപിതാക്കളെ നോക്കാതെ വീട് വിട്ടു പോയി. ഉപേക്ഷിച്ച് നോക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഭാര്യയുടെ വീട്ടിൽ പോയി. അപ്പോൾ അവൻ 2 വർഷമായിട്ട് ഇട്ടിട്ട് പോയതായിരുന്നു. അവൻ തിരിച്ചു വരുവാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി വെച്ചിരുന്നു. ഇപ്പോൾ അവൻ തിരിച്ചു വന്നു.